morning girls. Next we can see what is internal check. അപ്പോൾ ഇന്നലെ നമ്മൾ നോക്കിയത് ഇൻറ്റേർണൽ കൺട്രോളാണ്. ഇൻറ്റേർണൽ കൺട്രോളിൽ വരുന്ന ടു കോമ്പണൻസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ആർ ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് അമംഗ് എംപ്ലോയീസ് in such a way that the work done by one employee is automatically counter-checked by the work done by another employee. അതായത് ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വർക്ക് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അക്കൗണ്ടിങ് പ്രൊസീജിയർ ആണെങ്കിൽ ഇറ്റ് ഈസ് എൻ അക്കൗണ്ടിങ് പ്രൊസീജിയർ വെയർ ബൈ റൂട്ടീൻ എൻട്രീസ് ഫോർ ട്രാൻസാക്ഷൻസ് ആർ ഹാൻഡിൽഡ് ബൈ more than one employee in such a manner that the work of one employee is automatically checked against the work of another. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് അസൈൻമെൻറ്റ് ഓഫ് ടാസ്ക് അക്കോർഡിംഗ് ടു ദ സ്കിൽ ആൻഡ് കേപ്പബിലിറ്റീസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ദെയർബൈ ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക്. അതായത് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ എന്തിനുള്ള ചാൻസസ് കുറവാണ്? നോ ചാൻസ് ഫോർ എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് എന്നാണ് പറയുന്നത്. അൺലെസ് ദർ ഇസ് കൊല്യൂഷൻ അമംഗ് ദ എംപ്ലോയീസ്. അതായത് എംപ്ലോയീസ് ഒത്തു കളിക്കാഞ്ഞാൽ മതി. ചില ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ഒത്തു കളിച്ച് ഇങ്ങനെ എന്താ പറയുക എറേഴ്സിനുള്ള ചാൻസ് ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഇല്ലാത്തൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ദർ ഇസ് ലെസ് ചാൻസസ്, അല്ലെങ്കിൽ നോ ചാൻസസ് എന്ന് തന്നെ പറയാം. നോ ചാൻസസ് ഫോർ എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ ചെക്ക് എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഇറ്റ് ഈസ് എ വാല്യുബിൾ പാർട്ട് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇറ്റ് ഈസ് ദ ബിൽറ്റ് ഇൻ ചെക്ക് ഇൻ അക്കൗണ്ടിങ് പ്രോസസ് ഇറ്റ് സെൽഫ്. അതായത് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ വർക്ക് പെർഫോംഡ് ബൈ വൺ പേഴ്സൺ is automatically checked by another. So it is an essential feature that no one employee or a group of employees has exclusive control over any transactions or group of transaction. Okay, ഈ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, ഇന്റേണൽ ചെക്ക് ഇസ് എ സിസ്റ്റം അണ്ടർ വിച്ച് accounting methods and details of an establishment are so laid out that the accounts and procedures are not under the absolute and independent control of any one person. അതായത് ഒരൊറ്റ ആൾക്ക് മാത്രമായിട്ട് വിട്ടുകൊടുക്കുകയല്ല ചെയ്യുന്നത്. That on the contrary, the work of one employee is complementary to that of another, and that a continuous audit of the business is made by the employees. അതായത് ഒരു അക്കൗണ്ടിങ് ഇതാണെങ്കിൽ ഒരാൾക്ക് മാത്രം ഒരു കുത്തകയായിട്ട് കൊടുക്കാതെ ആ ആൾ ചെയ്യുന്ന വർക്ക് വേറൊരാളെ കൊണ്ട് ചെക്ക്, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആർക്കും എന്തില്ല എന്നാണ് പറയുന്നത്, ഒരാളുടെ ഇൻഡിപെൻഡൻറ്റ് കൺട്രോളിൽ വരുന്നില്ല ഒരു ജോബും. മനസ്സിലായല്ലോ. അപ്പോൾ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ വെർബൈ ദ വർക്ക് ഓഫ് എൻ എംപ്ലോയി ഓർ എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് കണ്ടിന്യൂസ്ലി ബൈ കോറിലേറ്റിംഗ് ഇറ്റ് വിത്ത് ദ വർക്ക് ഓഫ് അനദർ. ഓക്കെ, ഇപ്പോൾ ഡെഫിനേഷൻസ് ഒന്ന് രണ്ടെണ്ണം കൂടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. അപ്പോൾ ഇൻറ്റേർണൽ ചെക്കിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഓർഗനൈസേഷൻസ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. അതായത് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ രണ്ട് കോമ്പണൻസ് ആണ് ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ ഓഡിറ്റും. സോ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദി ഓർഗനൈസേഷൻസ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. Then it is concerned mainly with division and allocation of work among the employees. അതായത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്, ഒരു സ്പെഷ്യലൈസേഷൻ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രോൾ ആവാതിരിക്കാൻ വേണ്ടി, ഒരാളുടെ മാത്രം കുത്തക ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിവിഷൻ ഓഫ് വർക്ക് നടപ്പിലാക്കലും കൂടിയാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ വരുന്നത്. Then the work is allocated to employees in such a way that the work done by one employee is automatically cross-checked by the work of another employee. Then no employee is given full charge of any transaction from the beginning to the end. അതായത് ഇവിടെ ഒരു ട്രാൻസാക്ഷൻ, ഇപ്പോൾ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് മൊത്തം ഒരു എംപ്ലോയി അല്ല ഡീൽ ചെയ്യുക, അത് ഒരാൾ ചെയ്യുന്നത് വേറൊരാൾ കൗണ്ടർ ചെക്ക് ചെയ്ത് ഇങ്ങനെ പോകും. സോ ദിസ് ഇസ് ഹെൽപ്പ് ടു പ്രിവെൻറ്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ഓർ സ്റ്റോക്ക്. ഓക്കെ, ദെൻ ഇൻറ്റേർണൽ ചെക്ക് ഇസ് എംപ്ലോയ്ഡ് ടു പ്രിവെൻറ്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. അതായത് ടു എലിമിനേറ്റ് ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ്
which may be committed by the staff. This system, അതായത് internal check system, helps to a great extent. Then frauds and manipulations are not possible unless there is collusion between employees. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എംപ്ലോയീസ് ഒത്ത് കളിക്കുന്നില്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഫ്രോഡ്സും മാനിപ്പുലേഷൻസും ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, then next we can see what are the principles of internal check. അപ്പോൾ ഇൻറ്റേർണൽ ചെക്കിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് സ്പെഷ്യലൈസേഷൻ. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ ദ ഗൈഡ് ലൈൻസ് ടു ബി ഫോളോഡ് വൈൽ എസ്റ്റാബ്ലിഷിംഗ് ആൻ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം. എന്തൊക്കെ രേഖകളാണ് വേണ്ടത്, ഗൈഡ് ലൈൻസ് ആണ് വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതിനെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ്, ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് സ്പെഷ്യലൈസേഷൻ. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓരോ എംപ്ലോയിയും, അതായത് ഈച്ച് എംപ്ലോയീസ് അലോട്ടഡ് വർക്ക് അക്കോർഡിംഗ് ടു ഹിസ് കേപ്പബിലിറ്റീസ് ആൻഡ് സ്കിൽസ്. അതായത് ദ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഡിവൈഡിങ് ദ ടോട്ടൽ വർക്ക് അമംഗ് ദി എംപ്ലോയീസ് അല്ലെങ്കിൽ എമംഗ് ദ വേരിയസ് സ്റ്റാഫ് in such a way that no single person is allowed to perform the work from the beginning to the end. നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ the employee gains experience by doing the same job and thus specialization of work is possible. So it increases the efficiency of employees എന്നാണ് പറയുന്നത്. പിന്നെ ഒന്ന് പറയുന്നത് റൊട്ടേഷൻ ഓഫ് വർക്കാണ്. റൊട്ടേഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ് ആർ ചേഞ്ച്ഡ് ഫ്രം വൺ ജോബ് ടു അനദർ പീരിയോഡിക്കലി. So this will enable employees to develop multiple skills and also avoid boredom from doing the same work. അതായത് a good system of internal check should provide for transfer or rotation of employees from performing one work to another at frequent intervals. This is another principle. Then next one, well established policies and procedures. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വെൽ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സൊക്കെ ആരാണ് ഉണ്ടാക്കി വെക്കുന്നത്? ഇറ്റ് ഈസ് ലേ ഡൗൺ ബൈ ദി മാനേജ്മെൻറ്റ്. സോ ദിസ് വിൽ അവോയ്ഡ് കൺഫ്യൂഷൻ ആൻഡ് ഡെഡ് ലോക്ക് ഇൻ ദ ഫ്ലോ ഓഫ് വർക്ക്. സോ ദീസ് പോളിസീസ് മേ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഓഫീസ് ഓർ അക്കൗണ്ടിങ് മാനുവൽ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഗിവൺ ടു ഓൾ എംപ്ലോയീസ്. ദെൻ ക്രോസ് ചെക്കിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ദർ ഷുഡ് ബി എൻ ഇൻബിൽറ്റ് സിസ്റ്റം ഓഫ് ക്രോസ് ചെക്കിംഗ് ഇൻ ദ ഇൻറ്റേർണൽ സിസ്റ്റം. അതായത് ഒരു കൃത്യമായിട്ടുള്ളൊരു ചെക്കിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കൗണ്ടർ ചെക്കിംഗ് സിസ്റ്റം. അതായത് എൻട്രീസ് ഓർ ഡോക്യുമെൻറ്റ്സ് മെയ്ഡ് ബൈ വൺ എംപ്ലോയി ഇസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ഓർ ഓതറൈസ്ഡ് ബൈ ദ വർക്ക് ഓഫ് അനദർ എംപ്ലോയി. ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ചെക്കിംഗ് ഫോർ എറേഴ്സ് ആൻഡ് ഒമിഷൻസ്. അതായത് ഇവിടെ പറയുന്നത് പീരിയോഡിക്കൽ ചെക്കിംഗ് ഫോർ എറേഴ്സ് ആൻഡ് ഒമിഷൻസ് മസ്റ്റ് ബി ഡൺ ടു എൻഷുർ ദാറ്റ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ഒമിഷൻസ്. അതായത് ക്യാഷ് ബാലൻസ് ഡെയിലി ചെക്ക് ചെയ്യണം. അതായത് ഇറ്റ് ഈസ് ചെക്കിംഗ് ഓഫ് ക്യാഷ് ബാലൻസ് ആസ് പെർ അക്കൗണ്ടിങ് ക്ലർക്സ് ക്യാഷ് ബുക്ക് ആൻഡ് ക്യാഷ് ബാലൻസ് വിത്ത് ക്യാഷ്യർ. ഇങ്ങനെയുള്ളൊരു ചെക്കിംഗ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മനസ്സിലായല്ലോ. Then compliance with the statutes. അതായത് the internal check system should comply with the statutory requirements എന്നാണ് പറയുന്നത്. അതായത് എന്തൊക്കെയാണോ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റ്സ് അതിനനുസരിച്ചിട്ടായിരിക്കണം കമ്പനീൻ്റെ ഒരു ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ the system should be able to generate accounting information and reports to be submitted to management and external parties. The next one, accounting principles and policies. അതായത് ഒരു ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം നടപ്പിലാക്കുന്ന സമയത്ത് എന്തുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? ദർ ഷുഡ് ബി പ്രോംപ്റ്റ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ബൈ ഫോളോയിങ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ജനറലി ആക്സെപ്റ്റഡ്. സോ ഇറ്റ് ഷുഡ് ഓൾസോ എൻഷുർ ടൈംലി പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ അനദർ ഗൈഡ് ലൈൻ ടു ബി ഫോളോഡ് സേഫ് ഗാർഡിംഗ് അസെറ്റ്. അതായത് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഷുഡ് എൻഷുർ പ്രൊട്ടക്ഷൻ ഓഫ് അസെറ്റ്സ് ഫ്രം ഫ്രോഡ്സ് ആൻഡ് മിസ്അപ്രോപ്രിയേഷൻ. അതായത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക? വെരിഫിക്കേഷൻ ഓഫ് അസെറ്റ്സ് നടത്തുക. ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെച്ചിട്ട് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ സേഫ് ഗാർഡ് ദി അസെറ്റ്. ദെൻ ഡോക്യുമെൻറ്റേഷനാണ് പറയുന്നത്. പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ആർ ടു ബി പ്രിപ്പയർഡ് ആൻഡ് കെപ്റ്റ് അണ്ടർ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം. അതായത് ദർ ഷുഡ് ബി എൻ എഫിഷ്യൻറ്റ് ഫയലിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ സിസ്റ്റം. ഓരോ സെപ്പറേറ്റ് ഫയൽ വേണം. എന്തിന്? വൗച്ചർ, ഇൻവോയ്സ്, ക്യാഷ് മെമ്മോ, ലെറ്റേഴ്സ്, കറസ്പോണ്ടൻസ് എക്സെട്ര.
Then last point is office automation. അതായത് ഓർഗനൈസേഷൻ ഷുഡ് യൂസ് ലേബർ സേവിങ് ഡിവൈസസ് ലൈക്ക് കമ്പ്യൂട്ടേഴ്സ്, ടൈം റെക്കോർഡിംഗ് മെഷീൻസ്, ക്യാഷ് രജിസ്റ്റേഴ്സ്, പ്രിൻറ്റേഴ്സ് എക്സെട്ര. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് റിഡ്യൂസസ് സ്കോപ്പ് ഫോർ മാനിപ്പുലേഷൻ ആൻഡ് ഓൾസോ എൻഷുവേഴ്സ് ബെറ്റർ എഫിഷ്യൻസി in the office work. Okay, so these are the principles or guidelines to be followed while establishing an internal check system. Okay, next we can see what are the objectives of internal check. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഹാസ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് പറയുന്നത് to allocate work among employees in an efficient manner so as to ensure smooth functioning of the ഓർഗനൈസേഷൻ. അതായത് ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റി അനുസരിച്ചിട്ട് എന്ത് നടത്തുക, ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെങ്കിൽ അലോക്കേറ്റ് വർക്ക് അമംഗ് എംപ്ലോയീസ്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഇസ് ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഓൺ എ പേഴ്സൺ ഫോർ എനി ഒമിഷൻ ഓഫ് ട്രാൻസാക്ഷൻ എറേഴ്സ് ഓർ ഫ്രോഡ്സ്. അതായത് ഈ എറേഴ്സ് അല്ലെങ്കിൽ ഫ്രോഡ്സ് മിനിമൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്, ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഓൺ എ പേഴ്സൺ. ദെൻ ടു പ്രിവെൻറ്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്, അതായത് മിനിമൈസേഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എറേഴ്സ് ആൻഡ് ഫ്രോഡ് മിനിമൈസ് ചെയ്യാനാണ് പറയുന്നത് വർക്ക് പെർഫോംഡ് ബൈ ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് ചെക്ക് ബൈ അനദർ ഇൻഡിവിജ്വൽ എന്നുള്ളത്. ദെൻ ടു എക്സസൈസ് മോറൽ കൺട്രോൾ ഓൺ സ്റ്റാഫ് ദെർബൈ പ്രിവെൻറ്റിംഗ് ഫ്രോഡ് ആൻഡ് മാനിപ്പുലേഷൻ. അനദർ വൺ ഇസ് ടു ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് റെക്ടിഫൈ ദം ഏർലി, അതായത് തുടക്കത്തിൽ തന്നെ എറേഴ്സ് കണ്ടുപിടിച്ചിട്ട് അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ഇതും കൂടിയാണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. ദെൻ ടു ഫെസിലിറ്റേറ്റ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് വിത്ത് ആൻ ഇഫക്റ്റീവ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ദ ഫൈനൽ അക്കൗണ്ട്സ് ക്യാൻ ബി പ്രിപ്പയർഡ് സേഫ്ലി എന്നാണ് പറയുന്നത്. ദെൻ ടു സേഫ് ഗാർഡ് ദി അസെറ്റ്സ്, അതായത് സേഫ് ഗാർഡ് ദി അസെറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഷുഡ് എൻഷുവർ പ്രൊട്ടക്ഷൻ ഓഫ് അസെറ്റ്സ് ഫ്രം ഫ്രോഡ്സ് ആൻഡ് മിസ്അപ്രോപ്രിയേഷൻസ് എന്ന് പറഞ്ഞല്ലോ. then to achieve organizational objectives by following the policies and procedures laid down by the management. അതായത് ഒരു എന്താ പറയുക, ഓർഗനൈസേഷൻ എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തിരിക്കണം, പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ മാനേജ്മെൻറ്റ് ലേ ഡൗൺ ചെയ്തിരിക്കുന്ന പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഷുഡ് ബി followed. Then to comply with statutory requirements. So these are the objectives of internal check. Then next we can see what are the advantages and disadvantages of internal check. Advantages നോക്കുകയാണെങ്കിൽ ബെറ്റർ അലോക്കേഷൻ ഓഫ് വർക്ക്, അതായത് ബെറ്റർ അലോക്കേഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ വർക്ക് ഷുഡ് ബി അലോക്കേറ്റഡ് ടു എംപ്ലോയീസ് ബേസ്ഡ് ഓൺ എന്താണ് their capacity and capability of each person. So internal check ensures better allocation of work among employees. So it increases the efficiency of the employees and cooperation with the management. Then another advantage is responsibility for failures. അതായത് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി കൊടുക്കുക ചെയ്യുന്നത്. റെസ്പോൺസിബിലിറ്റി ഫോർ ഒമിഷൻസ് ആൻഡ് ഫെയിലിയേഴ്സ് ക്യാൻ ബി ഈസിലി ഫിക്സ്ഡ് ഓൺ എ പെർട്ടിക്കുലർ പേഴ്സൺ. സോ ഇറ്റ് ഫെസിലിറ്റേറ്റ് അക്കൗണ്ടബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ടുവേർഡ്സ് ദി ഓർഗനൈസേഷൻ. മനസ്സിലായല്ലോ, ഒരൊറ്റ ആളും നോ വൺ എംപ്ലോയി ഈസ് അലൗഡ് ടു എന്താ പറയുക, അതായത് പ്രോപ്പർ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം വിൽ എൻഷുർ അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എംപ്ലോയീസ്. ദെൻ തേർഡ് വൺ ഈസ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. അതാണ് വേറൊരു ഗുണം ഇൻറ്റേർണൽ ചെക്കിൻ്റെ. സിൻസ് ദി സിസ്റ്റം ഹാസ് എൻ ഇൻബിൽറ്റ് മെക്കാനിസം ഫോർ ക്രോസ് ചെക്കിംഗ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത്. അതായത് എംപ്ലോയീസ് വിജിലൻ്റ് ആവും അത് ഈ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ. So under this system no one employee is allowed to record more than one aspect of the transaction. Then another advantage is compliance with management policies. അതായത് internal checks ensures strict adherence to policies and procedures laid down by the management. അതുവഴി എന്താവുന്ന പറയുന്നത്, സ്മൂത്തായിട്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യാം, എല്ലാ പോളിസീസ് ആ പ്ലാൻ അനുസരിച്ചിട്ട് പോകാൻ പറ്റും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ റിലയബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അതായത് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ ചാൻസസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഇല്ല എന്ന് തന്നെ പറയാം. മനസ്സിലായല്ലോ. സോ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം എൻഷുവേഴ്സ് അല്ലെങ്കിൽ ദ ചാൻസസ് ഓഫ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ് ആർ മിനിമം അണ്ടർ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം. ദെർഫോർ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിൽ ബി മോർ റിലയബിൾ എന്നാണ് പറയുന്നത്.
ദെൻ ക്വിക്ക് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് ഏറ്റവും വലിയൊരു ഗുണം. കൃത്യമായിട്ട് എറേഴ്സും ഫ്രോഡ്സും ഡിറ്റക്റ്റ് ചെയ്ത് പോരുന്നത് കൊണ്ട് എന്ത് ഈസി ആവും എന്നാണ് പറയുന്നത്. ഇൻറ്റേർണൽ ചെക്ക് യൂസസ് സെൽഫ് ബാലൻസിങ് സിസ്റ്റം ഫോർ മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. സോ ദിസ് റെഡ്യൂസസ് ദ ടൈം ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഇൻട്രീം ഓർ ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ ഈസി ടു കണ്ടക്ട് ഓഡിറ്റർ. ഓഡിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ എറേഴ്സും ഫ്രോഡ്സും ഒക്കെ വളരെ കുറവായിരിക്കും. സോ എൻ എഫിഷ്യൻറ്റ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം റിഡ്യൂസസ് ദ വർക്ക് ഓഫ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്നാണ് പറയുന്നത്. അതായത് ഓഡിറ്റർ ക്യാൻ അപ്ലൈ സം ടെസ്റ്റ് ചെക്സ് ആൻഡ് വെരിഫൈ ദ ആക്യുറസി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് കണ്ടക്ടിങ് ആൻ ഓഡിറ്റ് ഇൻ ഡെപ്ത്. അതായത് ഇൻ ഡെപ്ത് ഓഡിറ്റിംഗ് നടത്താതെ ടെസ്റ്റ് ചെക്കിംഗ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട്, കാരണം അത്രയും കൃത്യമായിട്ട് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഓഡിറ്റർ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ വർക്ക് വിൽ ബി ഈസി. ദെൻ ലാസ്റ്റ് അഡ്വാൻറ്റേജ് സേഫ്റ്റി ഓഫ് അസെറ്റ്. അതായത് ഒരു ഒബ്ജക്റ്റീവ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക് പറയുന്നത് അതാണ്, ടു സേഫ് ഗാർഡ് ദി അസെറ്റ്സ് ഓഫ് ദി ബിസിനസ് അല്ലേ. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ അസെറ്റ്സ് ആർ സേഫ് ഗാർഡഡ് അഗെയിൻസ്റ്റ് പൊട്ടൻഷ്യൽ ലോസസ് അറൈസിങ് ഫ്രം തെഫ്റ്റ്, മിസ്അപ്രോപ്രിയേഷൻ ആൻഡ് മിസ്യൂസസ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താ പറയുക, ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ദ ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ ബിസിനസ് എന്നാണ് പറയുന്നത്, ബൈ പ്രിവെൻറ്റിംഗ് ഒക്കറൻസ് ഓഫ് ഫ്രോഡ്സ്, അതേപോലെ പ്രോപ്പർ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് വിച്ച് വിൽ ഇൻക്രീസ് ദി എഫിഷ്യൻസി. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക് നോക്കാം. ഇൻറ്റേർണൽ ചെക്ക് മേ നോട്ട് ബി എഫിഷ്യൻറ്റ് അൺലെസ് ദ ഫങ്ഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആർ ക്ലിയർലി ഐഡൻറ്റിഫൈഡ് ആൻഡ് പ്രോപ്പർലി അറേഞ്ച്ഡ് എന്നാണ് പറയുന്നത്. അതായത് ഇത്രയൊക്കെ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റത്തിന് അതിൻ്റേതായ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ക്രിയേറ്റ്സ് എ ഫ്ലാറ്റ് ഓർഗനൈസേഷണൽ സെറ്റപ്പ് which leads to unwieldy organization and higher cost of operation. എക്സ്പെൻസീവ് ആണ്, അതായത് ലാർജ് ബിസിനസ് കൺസേൺസിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. Then second limitation is it may lead to duplication of work and increase the workload of employees. അതായത് ഒരാൾ ചെയ്ത വർക്ക് വേറൊരാൾ ചെയ്യും, അങ്ങനെയായിട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താ പറയുക, അവിടെ എന്തിനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, എംപ്ലോയീസിൻ്റെ വർക്ക് ലോഡ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, then it is not a foolproof method for eliminating errors and omissions. അതായത് ഇനി എന്തെന്നെ നടന്നാലും കള്ളത്തരം നടക്കേണ്ടിടത്ത് കള്ളത്തരം നടന്നിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇറ്റ് ഇസ് നോട്ട് എ ഫുൾ പ്രൂഫ് മെത്തേഡ് ഫോർ എലിമിനേറ്റിംഗ് errors and frauds. Then there are possibilities for committing frauds and manipulations with the collusion of other employees. അപ്പോൾ എംപ്ലോയീസ് ഒത്തു കളിച്ചാൽ എല്ലാ കള്ളത്തരത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പം അവിടെയുള്ള അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. Then employees doing repetitive and routine work may develop negligence and carelessness. അതാണ്, sometimes employees may become less serious towards the work. അതായത് ഒരാൾ ചെയ്തതല്ലേ അത്രയൊക്കെ മതി എന്നുള്ള ആ ഒരു മൈൻഡ് വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താവും എന്നാണ് പറയുന്നത്, ഇറ്റ് മേ ഡെവലപ്പ് നെഗ്ലിജൻസ് ആൻഡ് കെയർലെസ്നെസ്. ഓക്കെ, then last one is the risk of the statutory auditor increases if internal check is not dependable and efficient. ഒരു എഫിഷ്യൻറ്റ് അല്ലാത്ത ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ആണെങ്കിൽ അതെന്താവും എന്നാണ് പറയുന്നത്, ഓഡിറ്റർ റിസ്ക് എന്തായാലും കൂട്ടുന്നുണ്ട്. കാരണം ഓഡിറ്റർ എല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും വീണ്ടും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ദ ഓഡിറ്റർ, അതായത് ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ ആസ് റിഗാർഡ്സ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റമാണ്. അപ്പം പറഞ്ഞു കഴിഞ്ഞ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ വർക്ക് കുറയുന്നുണ്ട്. ഇറ്റ് റിഡ്യൂസസ് ദ വർക്ക് ഓഫ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ബട്ട് നോട്ട് ഇസ് റെസ്പോൺസിബിലിറ്റി. വർക്ക് കുറയും. അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വർക്ക് റെഡ്യൂസസ്, ബട്ട് അയാളുടെ റെസ്പോൺസിബിലിറ്റി കുറയുന്നില്ല. ദെർഫോർ ഓഡിറ്റർ മസ്റ്റ് ഇവാലുവേറ്റ് ദ റിലയബിലിറ്റി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് ഇഫ് ഇൻറ്റേർണൽ ചെക്ക് ആസ് ടു ദ അക്കൗണ്ടിംഗ് സിസ്റ്റം ഇസ് റിലയബിൾ, external auditor may conveniently avoid an in-depth checking of all transactions. അതായത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഓഡിറ്റിംഗ് നടത്തിയാൽ മതി. റാൻഡം ചെക്കോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ ടെസ്റ്റ് ചെക്കിംഗ് നടത്തിയാൽ മതി. ഹവർ ഓഡിറ്റർ ഷുഡ് നോട്ട് ബി നെഗ്ലിജൻറ്റ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദ സൗണ്ട്നെസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം. അതായത് ഹി വിൽ ബി ഹെൽഡ് ലയബിൾ ഫോർ നെഗ്ലിജൻസ് ആൻഡ് കോംപ്രമൈസിങ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് ഓഡിറ്റ് വർക്ക്. ഓക്കെ,
Next we can see what are the difference between internal check and internal control. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ രണ്ട് കോമ്പണൻസ് മാത്രമാണ് ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ ഓഡിറ്റും. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ ഇസ് എ വൈഡർ ഇൻ സ്കോപ്പ്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ കൺട്രോൾ. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ മെഷേഴ്സ് എന്താണ്? Internal control system includes internal check, internal auditing, operational control, cost control measures, etc. അപ്പോൾ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി അല്ലെങ്കിൽ വൺ ഓഫ് ദി മെത്തേഡ്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ ഏതാ കൂടുതൽ വൈഡർ എന്ന് പറയുന്നത്? ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് വൈഡർ ഇൻ സ്കോപ്പ്. നേരെ മറിച്ചിട്ട് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി വൺ ഓഫ് ദി മെത്തേഡ്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. ഓക്കെ, അപ്പം നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഡിഫറൻസസ് എന്നുള്ളത്. സ്കോപ്പ് നോക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ ചെക്ക് ഇൻ നാരോ സ്കോപ്പാണ്. ഇൻറ്റേർണൽ കൺട്രോൾ കംപ്രൈസസ് ഓഫ് ഓവറോൾ സിസ്റ്റം ഓഫ് കൺട്രോൾ. ഇനി ഒബ്ജക്റ്റീവ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക് എന്താ? പ്രിവെൻറ്റ് ഒക്കറൻസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. നേരെ മറിച്ച് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? എൻഷുർ കംപ്ലയൻസ് ഓഫ് വേരിയസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇനി ഇൻറ്റേർണൽ ചെക്ക് ഫ്ലെക്സിബിൾ അല്ല, ഇറ്റ് ഈസ് ലെസ് ഫ്ലെക്സിബിൾ. നേരെ മറിച്ചിട്ട് ഇൻറ്റേർണൽ കൺട്രോൾ ക്യാൻ ബി റിവ്യൂഡ് ഒക്കേഷണലി എന്നാണ് പറയുന്നത്.